സാക്ഷ്യം വഹിക്കുന്നു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന്. നോർമലായിട്ട് പറഞ്ഞു പോയല്ലോ. ഇനി മുഹമ്മദ് നബിയെ കുറിച്ച് പറയുന്ന വാചകം കേട്ടോ. ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അന്ന മുഹമ്മദൻ, തീർച്ചയായും മുഹമ്മദ് റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ ദൂതനാണ്. മുഹമ്മദിന്റെ കാര്യം വന്നപ്പോൾ അവിടെ തീർച്ചയായും ഉറപ്പാക്കുന്ന ഒരു കാര്യമാണ് പ്രയോഗിച്ചത്. അള്ളാഹുവിനെ കാഷ്വൽ ആയിട്ട് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല. HR മീഡിയ, ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ നീ വിളിക്കുന്ന ആളൊന്നുമല്ല. നീ വാ, നേരിട്ടൊരു സംവാദത്തിന് എന്റെ വാപ്പായി പോയി വിളിക്കും, ഇറങ്ങിപ്പോടാ. നോൺസെൻസ്. ഇവിടെ സംവാദം മാസക്കണക്കിന് വെച്ചിട്ട് ഒരുത്തൻ പോലും ഫോൺ ചെയ്യാനോ സംവദിക്കാനോ തയ്യാറാകാതെ ഫോൺ നമ്പർ ഇതാ, ഫോൺ നമ്പർ ഇതാ, ഫോൺ നമ്പർ ഇതാ. ഫോൺ നമ്പർ എല്ലാ ദിവസവും എന്റെ സുഹൃത്തുക്കളെടുത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വിളിക്കാനോ സംസാരിക്കാനോ സംവദിക്കാനോ ധൈര്യം കാണിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ കാക്കാമാര് വന്നിട്ട് സംവദിക്കാൻ വാ, സംവദിക്കാൻ വാ, നിന്റെ വീട്ടിൽ വാ, പോടാറങ്ങി ഇരിക്കട്ടെ. അപ്പോ മുഹമ്മദ് നബിയുടെ വിഷയം വരുമ്പോൾ അഷ്ഹദു അന്ന മുഹമ്മദ്, അപ്പോ മുഹമ്മദ് നബിക്ക് ഇസ്ലാമില് അത്രയേറെ പ്രാധാന്യമുണ്ട്. തീർച്ചയായും മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അപ്പൊ ആ മുഹമ്മദ് നബിക്ക് അത്രമാത്രം പ്രാധാന്യമുണ്ട്. എന്തുകൊണ്ടാണ് ആ മുഹമ്മദ് നബി ആദ്യത്തെ പ്രവാചകനായിട്ട് തന്നെ അങ്ങ് ഇറക്കാത്തത്? എന്നാ പിന്നെ എല്ലാ പ്രവാചകന്മാരും ആ പ്രവാചകനെ അങ്ങ് വിശ്വസിക്കുമായിരുന്നല്ലോ. അഷ്ഹദു അന്ന ആദം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് സങ്കല്പിക്കാം, നമുക്ക് മനസ്സിലാക്കാം ആദ്യത്തെ പ്രവാചകനാണ്. അദ്ദേഹം പ്രബോധനം ചെയ്തു എന്നാണ് നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. ആരോട് പ്രബോധനം ചെയ്തു? അദ്ദേഹത്തിന്റെ ഭാര്യ മക്കളും അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അദ്ദേഹത്തിന്റെ മക്കളുമായിട്ടൊക്കെ വീഴ്ച ചെയ്തിട്ടുണ്ടായ മക്കളുമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അവര് കർഷകരായിരുന്നു, കൃഷിക്കാരായിരുന്നു എന്ന് പറയുന്നു. അവരാർക്കാ കൃഷി ചെയ്തു കൊടുത്തത്? അവരുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ കൃഷി ചെയ്തത്. കച്ചവടക്കാരായിരുന്നു. ആർക്കാ അവര് സാധനങ്ങൾ വിറ്റത്? തന്തയും തള്ളയും മക്കൾക്കും, മക്കള് തന്തയ്ക്കും തള്ളയ്ക്കും വിറ്റെന്നോ? അപ്പൊ ഇതൊക്കെ വിശ്വസിക്കാവുന്ന കാര്യങ്ങളല്ല. അപ്പോ വാഷതു അന്ന മുഹമ്മദിനെ വിശ്വസിക്കാതെ, മുഹമ്മദിനെ പ്രവാചകനായിട്ട് അംഗീകരിക്കാതെ ആരും മുസ്ലിം ആകില്ല. അങ്ങനെ വരുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും. ഇബ്രാഹിമിന്റെ മില്ലത്ത് ചര്യ എല്ലാവരും പിൻപറ്റണം, നിർബന്ധമാണെന്ന് പറഞ്ഞു. ആ ഇബ്രാഹിമിനെ പോലും ഇവിടെ കൊണ്ടുവന്നില്ല. അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ലെന്നും വാഷതു അന്ന ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ടില്ല. വാഷതു അന്ന ഇബ്രാഹിമ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ, നമുക്ക് വിചാരിക്കാം. മുഹമ്മദിനെയാണ് ഇവിടെ കൊണ്ടുവന്നത്. അവസാന പ്രവാചകനായി മുഹമ്മദിന് മറ്റ് പ്രവാചകന്മാർക്കില്ലാത്ത എന്ത് പ്രത്യേകതയാണുള്ളത്? ഒരു പ്രവാചകന്മാർക്കിടയിലും അള്ളാഹു വിവേചനം കൽപ്പിക്കില്ലെന്ന ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഇസ്ലാമിനെ കുറിച്ച് അറിഞ്ഞറിഞ്ഞു വരും തോറും നമുക്ക് സംശയങ്ങൾ എമ്പാടും ഉണ്ടാകും. രണ്ടാണ് നമസ്കാരം. ഈ നമസ്കാരം കിട്ടുന്നത് തന്നെ മുഹമ്മദ് നബി പ്രവാചകനായതിനു ശേഷമാണ്. മുഹമ്മദ് നബിയുടെ ഫിസിക്കൽ ബോഡി ആയിഷയുടെ വീട്ടിൽ കിടന്നുറങ്ങുന്നു. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. നമ്മൾ അഡ്മിൻ ചോദിച്ചത്, രുദ്ര ചോദിച്ചതാണ്. ആ രുദ്ര ചോദിക്കുകയാണ് അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്നാണ് വാക്യം കേട്ടോ. അത് വേറൊന്നുമല്ല. ഊദു ഞാൻ രക്ഷ ചോദിക്കുന്നു, ശരണം തേടുന്നു, ബില്ല അള്ളാഹുവിനെ കൊണ്ട്, മിന നിന്ന്, ഷെയ്ത്വാനിൽ നിന്ന്, ഷെയ്ത്വാനിർ റജീം ശപിക്കപ്പെട്ട പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്നും അള്ളാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു. ഇസ്ലാം പറഞ്ഞതെല്ലാം, ഖുർആൻ പറഞ്ഞതെല്ലാം തലകുത്തനെയാണ്. അങ്ങനെ നോക്കുമ്പോൾ പിശാച് നല്ലവനാണ്. ഇരിക്കട്ടെ. അപ്പൊ ഈ മുഹമ്മദ് നബിക്കാണ് അള്ളാഹു നമസ്കാരം കൊടുക്കുന്നത് തന്നെ. ഫിസിക്കൽ ബോഡി ആയിഷയുടെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ കഴുതയും കുതിരയും അല്ലാത്ത സുന്ദരിയായ ഒരു പെണ്ണ് അടയാഭരണങ്ങളോടുകൂടി വന്ന് ഈ മൃഗത്തിന്റെ പുറത്ത് കയറി ഇരുന്നിട്ട് പാടാ പോകാമെന്ന് പറയുന്നു. നബി മുമ്പും പിമ്പും നോക്കിയില്ല. പേടിച്ചരണ്ട് രാത്രി പുറത്തിറങ്ങി മൂത്രം ഒഴിക്കുക പോലും ചെയ്യാതെ ബക്കറ്റിനകത്ത് മൂത്രമൊഴിച്ച് കട്ടിലിന്റെ അടിയിൽ വെച്ചിരിക്കുന്ന പ്രവാചകൻ, അങ്ങനെ മാത്രം ശീലമുള്ള പ്രവാചകൻ സുന്ദരിയായിട്ടുള്ളൊരു പെണ്ണ് വന്ന് വിളിച്ചു. അള്ളാഹുവിനറിയാം വീക്ക്നെസ് എവിടെയാണെന്ന്.
ആ വീക്കിൽ തന്നെ പടച്ചവും കയറി പിടിച്ചു. അങ്ങനെയാണ് പ്രവാചകൻ ഈ പെണ്ണിന്റെ പുറത്ത് കയറി പോകുന്നത്, സ്വർഗവും നരകവും ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. അള്ളാഹു ആദ്യം തന്നെ ഒന്ന് ലോജിക്ക് കൊണ്ടൊന്ന് ആലോചിച്ചാൽ മതി ഞാൻ പറയുന്നതിൽ വസ്തുതയുണ്ടോ ഇല്ലേ എന്ന്. അള്ളാഹു നബിക്ക് കൊടുക്കുന്നത് 50 സമയത്ത് നമസ്കാരമാണ്. ഇത് ഇവനെ കൊണ്ട് പറ്റുമോ ഇല്ലേ എന്ന് പടച്ചോൻ അറിയാത്തത് കൊണ്ടാണോ പടച്ചോൻ അങ്ങനെ ചെയ്തത്? ജൂത പ്രവാചകനായ മൂസാ നബി നിൽക്കുന്നു 4-ാം ആകാശത്തിലാ, നിനക്ക് പറ്റില്ല, ഇത്രയും ഒന്നും മനുഷ്യന്മാരെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അവൻ അധ്വാനിക്കാൻ സമയം വേണ്ടേ, അവന് കുടുംബം പുലർത്തണ്ടേ, മക്കളെ നോക്കണ്ടേ, പണിയെടുക്കണ്ടേ. അതുകൊണ്ട് അവനെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു 9 തവണ ഓടിച്ചോടിച്ച് വിട്ട് 5 വീതം കുറച്ച് കിട്ടി. ഇതൊക്കെ എങ്ങനെയാ നിങ്ങൾ വിശ്വസിക്കുന്നത്? നമ്മുടെ മുമ്പിലുള്ള അന്നപാനീയങ്ങൾ ഒരു 10-11 മുതൽ 15 വരെ മണിക്കൂറത്തേക്ക് ഒഴിവാക്കുക. പിന്നീട് അത് കിട്ടുമെന്ന് നമുക്ക് ഉറപ്പാണ്. അതിനകത്ത് എവിടെയാ ത്യാഗം? നമ്മുടെ ശരീരത്തെ പീഡിപ്പിക്കുക. ഓക്കെ നിഷാദ്, ശരി, അഭിപ്രായം നിങ്ങൾക്ക് പറയാം, നിങ്ങളുടെ അഭിപ്രായം. CQ ഉമറും കത്തിച്ചിട്ടുണ്ട്, അബൂബക്കറും കത്തിച്ചിട്ടുണ്ട്, ഉസ്മാനും കത്തിച്ചിട്ടുണ്ട്, ഇവരൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് കൂടെ. അതിന്റെ ബാക്കിയാണ് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത്. അപ്പോ നമ്മള് വസ്തുതാപരമായി നോക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള അന്നപാനീയങ്ങൾ ഏതാനും മണിക്കൂറത്തേക്ക് ഒഴിവാക്കി വെക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ എടുത്ത് കിലോ കണക്കിനെടുത്ത് തട്ടി വയറും വീർപ്പിച്ച് ശ്വാസം മുട്ടിക്കിടന്ന് ഉറങ്ങുന്നു. എങ്ങനെയുണ്ടാകും? ഇതിനാണോ ത്യാഗം എന്ന് പറയുക? ഒരു മനുഷ്യനുണ്ട്, സ്വന്തം മോന്റെ കഴുത്തിൽ കത്തി വെച്ചിട്ട് അത് ത്യാഗമാണ്. സ്വന്തം കഴുത്തിലാണ് കത്തി വെച്ചതെങ്കിൽ ത്യാഗം. മകനെ അറുത്തിട്ട് സ്വർഗം വാങ്ങിക്കാൻ ശ്രമിച്ചതിന്റെ പേര് സ്വാർത്ഥത എന്നല്ലേ? ഇങ്ങനെ ഇസ്ലാമിലെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ചിന്തിക്കാനേറെ ഉണ്ടാകും. നമ്മളെ ചിന്തിപ്പിക്കുകയാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു ആവേശ കമ്മിറ്റിയെ കണ്ടിട്ടാണ് ഇസ്ലാം വിട്ടതെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഉറപ്പായിട്ടും അവർ മാറ്റി പറയും. ഏതെങ്കിലുമൊക്കെ വാലും തുമ്പുമൊക്കെ കണ്ടിട്ടാണ് ഇസ്ലാം വിമർശിക്കാൻ ഇറങ്ങിയത്. പിന്നീട് എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് കിട്ടി, അപ്പോഴേക്ക് മാറ്റി പറയും. എനിക്കതിൻ്റെ ആവശ്യമില്ല. എന്ത് തന്നെ കിട്ടിയാലും ശരി, മനസാക്ഷിയെ വഞ്ചിച്ചിട്ടുള്ള ഒരു സ്വാർത്ഥ താല്പര്യവും എനിക്കില്ല, ഒരു നേട്ടവും എനിക്ക് വേണ്ട. ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ചാനൽ വാങ്ങാൻ ആള് വന്നത്, ഇപ്പോഴും അവരെന്നെ ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അതായത് 12,000 വീഡിയോസ് ഉണ്ട് എൻ്റെ ചാനലിൽ. ഈ 12,000 വീഡിയോസ് അവർക്ക് ഡിലീറ്റ് ചെയ്താൽ അത്രയും ഇസ്ലാമിനെ കുറിച്ച് മറ്റുള്ളവർ മോശമായി മനസ്സിലാക്കാതിരിക്കാൻ സഹായിക്കും. ക്രമേണ അവർക്ക് ഇസ്ലാമിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ അതിലേക്ക് ലോഡ് ചെയ്ത് വിടാം. ഇതെനിക്ക് ജിഹാദാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് കൊടുത്തൂടെ? ഒരുപാട് സാമ്പത്തിക പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. എനിക്ക് അതൊക്കെ കൊടുത്താൽ സുന്ദരമായിട്ട് എനിക്ക് ജീവിക്കാം. പക്ഷേ നിലപാടുകൾ വ്യക്തമാക്കണം. ഇത്രയും കാലവും ഞാൻ പറഞ്ഞ ആശയങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്, നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്. അത് എൻ്റെ വാക്കിലുള്ള വിശ്വാസവും എൻ്റെ ആത്മവിശ്വാസവും കണ്ടിട്ടാണ് അത് ശരിയാണ് എന്ന് നിങ്ങൾ ധരിച്ചത്. ഞാൻ തന്ന എവിഡൻസുകൾ നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്, നിങ്ങളത് വായിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ന് ഞാനത് മാറ്റിപ്പറഞ്ഞു വന്നാൽ അതിൻ്റെയും കാരണം ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തണ്ടേ? ഇല്ല. കാരണം എൻ്റെ ബോധ്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചതെല്ലാം. എന്തിൻ്റെയെങ്കിലും പേരിൽ ഞാനത് മാറ്റി പറഞ്ഞാൽ ഞാനൊരു സ്വാർത്ഥയായി പോകും. ഇപ്പോ ഒരു വാര്യറെ കുറിച്ച് നമുക്കറിയാമല്ലോ. ഇതുവരെ BJP യിൽ നിന്നും പെട്ടെന്ന് കോൺഗ്രസിലേക്ക് പോയപ്പോൾ BJP യിൽ നിന്ന് പറഞ്ഞതൊക്കെ ഞാനല്ല പറഞ്ഞത്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി പോകുന്നുണ്ട്. അത് ഒന്ന് അല്ലേ? ഈ തെറി വിളിക്കുന്ന ആളുകളും ചിന്തിക്കുന്നത് എന്താ? എങ്ങനെയും ഇവളെ ഒതുക്കണം. ഇത്രയും ഫോളോവേഴ്സ് ഉണ്ട്, സബ്സ്ക്രിപ്ഷൻസ് ഉണ്ട്, ഇത്രയും ആളുകൾ ഇവളെ കാണുന്നു, കേൾക്കുന്നു, ഇത് അവസാനിപ്പിക്കണം. ഇതാണ് ഇവർ ചിന്തിക്കുന്നത്. ഞാൻ അങ്ങനെ എന്തെങ്കിലും ആരെയെങ്കിലും പറ്റിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആളല്ല. ആരുടെയും ഒന്നും എനിക്ക് ആവശ്യവുമില്ല. എനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് ചില സുഹൃത്തുക്കളുണ്ട്, അവരോട് വിളിച്ചിട്ട് എനിക്കൊരു 2,000 വേണം, എനിക്കൊരു 5,000 വേണം, ഒന്ന് കടം തന്നാൽ ഞാൻ അടുത്ത മാസം അത് മടക്കി തരാം, പറയുന്ന അതേ സമയത്ത് തന്നെ മടക്കി കൊടുക്കുകയും ചെയ്യും.
എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന സമയത്ത് എന്നെ സഹായിച്ചിട്ടുള്ള ആളുകളുണ്ട്. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ എന്തെങ്കിലും വന്നാൽ പോലും അങ്ങനെ നിലപാടിൽ വെള്ളം കലർത്തി ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ പ്രീണിപ്പിച്ച് സുഖിപ്പിച്ച് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കൂട്ടുപിടിച്ച് അങ്ങനെ എൻ്റെ നിലപാടുകളെ വിൽക്കുകയും വ്യക്തിത്വത്തിൽ വെള്ളം ചേർക്കുകയും ചെയ്യേണ്ട കാര്യം എനിക്കില്ല. പിശാചിനെ സൃഷ്ടിച്ചത് പടച്ചോൻ. ആ പിശാചിൽ നിന്നും നിങ്ങൾ എന്നോട് രക്ഷ ചോദിക്ക്, എന്നാൽ ഞാൻ നിങ്ങൾക്ക് രക്ഷ തരാമെന്ന് പടച്ചോൻ പറയുന്നു. ഞാനിവിടെ ചോറും കറിയും ഒക്കെ ഉണ്ടാക്കി വെച്ചു. ചോറ് വെച്ചു, അവിയലുണ്ട്, ചീരത്തോരനുണ്ട്, മോരുകറിയുണ്ട്, അച്ചാറുണ്ട്, എല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ ഡൈനിങ് ടേബിളിലായിരിക്കുന്നത്. ഇതെല്ലാം ഉണ്ട്. എന്നിട്ട് ഞാൻ എൻ്റെ മക്കള് പിന്നെ മോൻ കരാട്ടയ്ക്ക് പോയി കാണും. അവനിപ്പോൾ തിരിച്ചു വരുമ്പോൾ എനിക്ക് അറിയാം അവൻ കരാട്ടയ്ക്ക് പോയിട്ടാണ് വരുന്നത്. അവനിനി കുളിച്ച് കഴിയുമ്പോൾ അവന് വിശക്കും, അവന് ഭക്ഷണം വേണം. ഞാനിവിടെ മിണ്ടാതിരിക്കുകയാണെന്ന് ഞാൻ അവനോട് കുറേ കഴിഞ്ഞിട്ട് ഞാൻ പോയി കിടന്നങ്ങ് ഉറങ്ങി. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് അവൻ എന്നോട് ചോദിക്കട്ടെ, എന്നിട്ട് ഞാൻ കൊടുക്കാം. ഞാനൊരു അമ്മയല്ലേ, അവൻ എന്താണ് ആവശ്യം എന്ന് ഞാൻ അറിയണ്ടേ? ഞാൻ അറിഞ്ഞവന്റെ ആവശ്യം പൂർത്തീകരിച്ചു കൊടുക്കാൻ ഞാൻ ബാധ്യതപ്പെട്ട ആളല്ലേ? എൻ്റെ ബലഹീനതകൾ, എൻ്റെ ആവശ്യങ്ങൾ, എൻ്റെ ആവലാതികൾ, വേവലാതികൾ, എൻ്റെ വേദനകൾ, എൻ്റെ സന്തോഷങ്ങൾ, എന്നെ അലട്ടുന്ന പ്രശ്നങ്ങളെല്ലാം എൻ്റെ സൃഷ്ടാവായ പടച്ച തമ്പുരാൻ അറിയാമെങ്കിൽ ഞാൻ ആ പടച്ചവനോട് എണ്ണി 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 ചോദിക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞാൽ മതി, നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിളാണ് പറഞ്ഞത്. എൻ്റെ മകൻ എന്നോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ അവന് നൽകാൻ ബാധ്യതപ്പെട്ട ആളല്ലേ? എനിക്ക് താ പടച്ചോനെ, എനിക്കത് താ, എനിക്കിത് താ, ഞാൻ ഇന്ന പ്രശ്നങ്ങളിലാണ് പടച്ചോനെ, ഞാൻ ഇങ്ങനെ വേദനിക്കുന്നുണ്ട് പടച്ചോനെ, എനിക്കത് താ. ഇത് എന്തിനാണ് അങ്ങനെ ചോദിക്കേണ്ട കാര്യം എന്താണ്? ഇതൊക്കെയാണ് ഈ മതത്തെക്കുറിച്ചിട്ട് കൂടുതൽ ചിന്തിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഈ ഗ്രന്ഥം ഒരാവർത്തിയൊന്ന് നിങ്ങളുടെ ഭാഷയിലൊന്ന് വായിച്ചാൽ മതി. ഞാൻ പറയുന്നതിനേക്കാൾ ഏറെ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാകും. നിങ്ങൾ യുദ്ധത്തിന് പോയിക്കോ. നിങ്ങൾക്കതിന് പോകാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങളെ നശിപ്പിച്ചിട്ട് അതിന് പോകാൻ താല്പര്യമുള്ള ഒരു സമുദായത്തെ ഞാൻ സൃഷ്ടിച്ചു കൊണ്ടുവരും. യുദ്ധത്തിന് പോകാൻ പ്രേരിപ്പിക്കാം. ഈ പടച്ചോൻ വിചാരിച്ചാൽ ഈ യുദ്ധവും കൊള്ളയും കൊലയും ബലാത്സംഗവും ഒക്കെ ഇല്ലാതാക്കി മനുഷ്യർക്കിടയിൽ സമാധാനം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നില്ലേ? എന്തേ പടച്ചോൻ അങ്ങനെ ചെയ്യാത്തത്? ആ പടച്ചവൻ പോലും അറിയാതെ പടച്ചവനിൽ ചില കഴിവുകൾ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ ഉണ്ടാക്കിയ പടച്ചവൻ നമ്മളെ പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവനായി പോയി. നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മളെ പോലെ ചിന്തിക്കുന്ന ഒരു പടച്ചോനെയാണല്ലോ. പടച്ചോന് പിൻഭാഗമുണ്ട്, പടച്ചോൻ ഇങ്ങനെ ഇരിക്കും. പടച്ചോന് കൈകളുണ്ട്, അത് ഇതുപോലെയാണ്. പടച്ചോന് കണ്ണുണ്ട്, അത് ഇതുപോലെയാണ്. പടച്ചോന് കാതുണ്ട്, അത് ഇതുപോലെയാണ്. നമ്മുടെ ബുദ്ധിക്കനുസരിച്ചിട്ട് മാത്രമല്ലേ നമുക്ക് ഏതൊരു വസ്തുതയും ചിന്തിക്കാൻ പറ്റൂ. അപ്പോൾ ആ പടച്ചോനെ കുറിച്ചിട്ട് ഖുർആൻ തന്നെ പടച്ചോൻ പറഞ്ഞ് നമുക്ക് പരിചയപ്പെടുത്തി തന്ന വസ്തുതകൾ വെച്ച് നോക്കുമ്പോൾ മനുഷ്യനെ പോലെ എല്ലാ ദൗർബല്യങ്ങളും ഈ പടച്ചോനുമുണ്ട്. വേറൊരു പടച്ചോനില്ല. ആ പടച്ചോനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഈ പടച്ചോന് പ്രശ്നം വരും. പടച്ചോനെ സംസാരിക്കില്ലല്ലോ റനീബി. അപ്പോ ആ പടച്ചോന് അറിയണമായിരുന്നു. ഞാനല്ലാതെ വേറൊരു പടച്ചോനില്ല. പിന്നെ ഇവര് വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? പിന്നെ പടച്ചോൻ കോപിക്കുക. പടച്ചോൻ എന്തിനാ ദേഷ്യം? എന്തു വിചാരിച്ചാലും സാധിക്കാൻ പറ്റുന്ന ഒരു പടച്ചോൻ എന്തിനാണ് ഇമോഷണലി വീക്കാകുന്നത്? പടച്ചോന് വിഷമം വരും, പടച്ചോന് കോപം വരും, പടച്ചോന് നമ്മുടെ സഹായം വേണ്ടി വരും. പടച്ചോൻ ചില സമയം നിരാശനാകും, പടച്ചോൻ ചില സമയം സന്തുഷ്ടനാകും. മനുഷ്യനുണ്ടാക്കിയ പടച്ചോന് മനുഷ്യൻ്റെതായിട്ടുള്ള എല്ലാ ദൗർബല്യങ്ങളുമുണ്ട്. ഇതാണ് ഈ പടച്ചോൻ. പടച്ചോനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ മനസ്സിലാക്കി തരാം. നമ്മുടെ നാട്ടിലെ ഗ്രാൻഡ് മുഫ്തി എന്നറിയപ്പെടുന്ന ആളാണല്ലോ AP കാന്തപുരം. അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറയുന്ന ചില ഭാഗങ്ങളുണ്ട്, ഒന്ന് കേട്ടോളൂ. ദൈവമാണ് എന്നതുകൊണ്ട് പശുവിനെ അറക്കാൻ പാടില്ലെന്ന് പറയുന്നത് ശരിയല്ല. ഒരാളുടെ വിശ്വാസം മറ്റൊരാൾ അടിച്ചേൽപ്പിക്കരുത് എന്ന ഒരു അടിസ്ഥാന